ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ മാവ് കൂട്ടി വെക്കാതെ തന്നെ നല്ല എളുപ്പത്തിൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പച്ചരി രാത്രി വെള്ളത്തിൽ കുതിരാൻ വെച്ചതായിരുന്നു. ഇത് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും കുറച്ച് വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്കൊരു 2 കയ്യിൽ ചോറാണ് വേണ്ടത്. ഇനി നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് കറിവേപ്പില അതുപോലെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതും ക്യാരറ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പോൾ അത് ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെ അരക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പച്ചരി കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓട്ടടയുടെ ഷേപ്പിലും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് മാവൊന്ന് ലൂസാക്കിയിട്ട് അപ്പത്തിൻ്റെ ഷേപ്പിലാണ്, സാധാരണ അപ്പത്തിൻ്റെ ഒരു ദോശയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടടയുടെ ഷേപ്പിലാണെങ്കിൽ ഈ ഒരു അരച്ച വെള്ളം മാത്രം മതിയാകും. നമ്മൾ മിക്സിയിൽ അരിയുടെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ച് കൊടുക്കുന്ന ആ ഒരു വെള്ളം മതിയാകും കേട്ടോ. ഒരു ഓട്ടടയുടെ ഷേപ്പായി കിട്ടാൻ വെള്ളം അല്ലാതെ ലൂസാക്കാതിരുന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നമുക്ക് അരച്ച് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരക്കാതെ ഇതിനെ ഇങ്ങനെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇനി ഞാൻ കുറച്ചുകൂടി ആ മിക്സി ജാറിൽ കുറച്ചുകൂടി മാവുണ്ട്, അതിലേക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. മക്കൾക്ക് കട്ടിയായ അപ്പം വല്ലാതെ ഇഷ്ടമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് പാലപ്പത്തിൻ്റെ ഷേപ്പിലാണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് ലൂസാക്കാതെ തന്നെ അങ്ങനെയും ചുട്ടെടുക്കാവുന്നതാണ്. ദോശയുടെ ഷേപ്പിലും അങ്ങനെ ഏത് രൂപത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പം തന്നെയാണിത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ചട്ടി ചൂടായി വന്നതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബാറ്റർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കട്ടി കുറച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിന് മറ്റതും അതുപോലെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഞാനിതാ പെട്ടെന്ന് തന്നെ 2 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.